കുരിശു തകർത്ത വനപാലകരെ, കാപാലികരെ, വനപാലകരെ, നിങ്ങൾക്കിനിയും മാപ്പില്ല, നിങ്ങൾക്കിനിയും മാപ്പില്ല. കുരിശു തകർത്ത കാപാലികരെ, വനപാലകരെ. ആഗോള ക്രൈസ്തവ സമൂഹം വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മതസൗഹാർദ്ദത്തിന് പേരുകേട്ട കേരളത്തിൽ ഇടുക്കി ജില്ലയിലെ തൊടുപുഴയ്ക്ക് അടുത്തുള്ള തൊമ്മൻകുത്ത് സെന്റ് തോമസ് ദേവാലയം കുരിശിന് വഴി പ്രാർത്ഥനകൾക്കായി സ്ഥാപിച്ച കുരിശ് പിഴുതെറിഞ്ഞ് വിശ്വാസികളുടെ മനസ്സിൽ മുറിവേൽപ്പിച്ചിരിക്കുകയാണ് വനം വകുപ്പ്. സ്വകാര്യ ഭൂമിയും വനഭൂമിയും വേർതിരിക്കുന്ന അതിർത്തി രേഖയായ ജണ്ടയ്ക്കു വെളിയിൽ പള്ളി പണം കൊടുത്തു വാങ്ങിച്ച സ്ഥലത്ത് സ്ഥാപിച്ച കുരിശാണ് ഇന്നലെ ഏപ്രിൽ മാസം 12-ാം തീയതി വനം വകുപ്പ് അധികൃതർ ഒരു മുന്നറിയിപ്പും കൂടാതെ പിഴുതുമാറ്റിയത്. ഈ കുരിശ് നിന്നിരുന്ന സ്ഥലം ആരുടെയും വസ്തുവകകൾ കയ്യേറിയതല്ല, വനഭൂമിയുമല്ല. കഴിഞ്ഞ 60 വർഷമായി ഇത് കൃഷിഭൂമിയാണ്. കോതമംഗലം ഡിവിഷന് കീഴിലുള്ള കാളിയാർ റേഞ്ച് ഓഫീസറും സംഘവുമാണ് ഒരിക്കലും നീതീകരിക്കാനാവാത്ത ഈ മതനിന്ദയ്ക്ക് ചുക്കാൻ പിടിച്ചത്. കേരളത്തെ വനമാക്കി മാറ്റുവാൻ അച്ചാരം ഏറ്റെടുത്തിരിക്കുന്ന വനം വകുപ്പ് നടത്തിയ ഒരു മതനിന്ദയുടെ വിശദാംശങ്ങൾ വിശദീകരിക്കുകയാണ് പോസിറ്റീവ് സ്റ്റോക്കിന്റെ ഇന്നത്തെ അധ്യായത്തിൽ. തൊമ്മൻകുത്ത് സെന്റ് തോമസ് കത്തോലിക്ക ദേവാലയം പണം കൊടുത്തു വാങ്ങിയ സ്വകാര്യ ഭൂമിയിൽ സ്ഥാപിച്ച കുരിശാണ് ഇന്നലെ ഉച്ചയോടെ സർവ്വവിധ സന്നാഹങ്ങളുമായി എത്തിയ വനം വകുപ്പ് അധികൃതർ പിഴുതുമാറ്റിയത്. ദൃക്സാക്ഷിയായ നാട്ടുകാരൻ സംഭവം വിവരിക്കുന്നത് ഇങ്ങനെ. രാവിലെ വന്ന് ഫോറസ്റ്റുകാർ റേഞ്ച് ഓഫീസർ സഹിതം വന്ന് ഇവിടെ നിന്ന് എല്ലാവരും 3-4 പേര് കൂടി വന്ന് നോക്കിയിട്ടൊക്കെ പോയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ വന്ന് JCBയും ഒക്കെ ആയിട്ട് വന്ന് തല്ലിപ്പൊളിച്ച് വർക്ക് എല്ലാം പരിക്കിടും. അപ്പോഴത്തേക്കും ഇവിടുന്ന് തടയാനിടപെടെ ആരും ഇല്ലായിരുന്നു. ഉണ്ടായിരുന്ന ഒരു മനോജ് ഉണ്ടായിരുന്ന, ഒരു ജോമോൻ ഉണ്ടായിരുന്നു. രണ്ടുപേരെയും പോലീസുകാരും ഫോറസ്റ്റുകാരോടും കൂടി കത്തിച്ച് കല്ലിന്റെ ഇടയിലേക്ക് തള്ളി വിടുകയാണ്. 60 വർഷത്തിലധികമായി തെങ്ങ് ഉൾപ്പെടെയുള്ള കാർഷിക വിളകൾ കൃഷി ചെയ്യുന്ന ഭൂമിയിടത്തിൽ സ്ഥാപിച്ച കുരിശാണ് വനപാലകർ പിഴുതെടുത്തു കൊണ്ടുപോയത്. ഇവിടെ വനം കയ്യേറി കുരിശ് കൃഷി നടത്തി എന്ന് ആക്ഷേപം ഉന്നയിക്കുവാൻ ഒരുങ്ങുന്നവർ ഈ സ്ഥലവാസിയുടെ വാക്കുകൾ കേൾക്കുക. 65 വർഷക്കാലമായിട്ട് ഈ പ്രദേശത്ത് കിടക്കുന്ന ജനങ്ങൾ താമസിക്കുന്ന പ്രദേശവും 65 വർഷം പഴക്കമുള്ള ഭൂമിയിലാണ്. നിങ്ങൾക്ക് കാണാൻ ഇവിടെ നിൽക്കുന്ന ഈ പ്രായമുള്ള തെങ്ങുകളും കാര്യങ്ങളും ഒക്കെ നോക്കിയാൽ കാണാവുന്നതാണ്. അതുപോലെ ഇലക്ട്രിസിറ്റിയുടെ പോസ്റ്റ് ഇതാണ് പറിച്ചിട്ടിരിക്കുന്നത്. നെയ്യശ്ശേരി നോക്കുമ്പോൾ സാർ റോഡ് കടന്നു പോകുന്ന റോഡിന്റെ സൈഡിലാണ് ഈ പ്രോപ്പർട്ടി. അല്ലാതെ ഇത് വനത്തിലോ കാട്ടിലോ പറപ്പുറത്തോ ഒന്നുമല്ല കൊണ്ട് കുരിശ് വെച്ചിരിക്കുന്നത്. തൊമ്മൻകുത്ത് പള്ളിക്ക് ഇവിടെ ഈ പ്രദേശത്ത് പട്ടയമില്ലാത്ത പ്രദേശത്ത് ഭൂമി കൈമാറുന്ന നിയമപ്രകാരം കൈമാറി കിട്ടിയ ഭൂമിയാണ്. അല്ലാതെ റിസർവ് ഫോറസ്റ്റ് അല്ല ഈ ഭൂമി. ശരിക്കും ആ ഭൂമിയിലാണ് രാവിലെ വന്ന് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഇവിടെ ജനങ്ങളില്ലായിരുന്നു. അപ്പോഴേക്കും വന്നു അത് പെട്ടെന്ന് JCB ഉപയോഗിച്ച് പൊളിച്ചു. അത് ഇവിടുന്ന് കയറ്റിക്കൊണ്ട് പോയിരിക്കുകയാണ്. തൊടുപുഴ താലൂക്കിൽ വണ്ണപ്പുറം വില്ലേജിൽ വെൺമറ്റങ്കരയിൽ മൂലയിൽ കുര്യൻ മകൻ ബെന്നി എന്ന വ്യക്തി 2024 ഒക്ടോബർ മാസം 10-ാം തീയതി തൊമ്മൻകുത്ത് സെന്റ് തോമസ് ദേവാലയത്തിനായി വികാരി ഫാദർ ജെയിംസ് ഐക്കിനുമറ്റത്തിന് എഴുതി കൊടുത്ത കൈവശത്തീറിന്റെ പകർപ്പാണിത്. മേൽപ്പറഞ്ഞ ബെന്നി കുര്യൻ 2016-ൽ തേക്കുംകുഴിയിൽ പൈലി മകൻ ജോസിൽ നിന്നും 1,60,60,000 രൂപയ്ക്ക് ഈ വസ്തു വാങ്ങിയതിന്റെ കൂടി രേഖകൾ കാണുക. എന്നാൽ കാളിയാർ റേഞ്ച് ഓഫീസർ ഇത് കയ്യേറ്റ വനഭൂമിയാണ് എന്ന റിപ്പോർട്ടാണ് കോതമംഗലം DFOയ്ക്ക് ഇന്നലെ സമർപ്പിച്ചത്. പട്ടയം ഇല്ല എന്ന കാരണത്താൽ വനം വകുപ്പിന്റെ പിഴുതെടുക്കൽ കലാപരിപാടി തുടർന്നാൽ ഇടുക്കി ജില്ലയിൽ പൊതുസ്ഥാപനങ്ങൾ ഉൾപ്പെടെ പലതും പൊളിക്കേണ്ടി വരും എന്നതാണ് വസ്തുത. കുരിശ് കണ്ടപ്പോൾ കാളിയാർ റേഞ്ച് ഓഫീസർ കലി തുള്ളിയത് എന്തിനാണ് എന്നും ഇതര മതസ്ഥരുടെ മതബിംബങ്ങളിൽ കൈവയ്ക്കുവാൻ വനം വകുപ്പിന് ധൈര്യമുണ്ടോ എന്നും വിശ്വാസികളുടെയിൽ നിന്ന് പ്രസക്തമായ ചോദ്യം ഉയർന്നു. ക്രൈസ്തവർ ഏറ്റവും പൂജ്യമായി കരുതുന്ന ഓശാന ഞായറും പെസഹ വ്യാഴവും ദുഃഖവെള്ളിയും ഈസ്റ്ററും ഒക്കെ കടന്നുവരുന്ന വിശുദ്ധവാരത്തിൽ തന്നെ ഇത്തരമൊരു കിരാത നടപടിക്ക് വനപാലകർ മുതിർന്നത് വിശ്വാസികളിടയിൽ വലിയ പ്രതിഷേധത്തിന് ഇടയാക്കുകയാണ്. പ്രതിഷേധം 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 പ്രതിഷേധം. നിങ്ങൾക്കിനിയും മാപ്പില്ല. ആരിത് പറയുന്നത് അറിയാമോ? ക്രൈസ്തവ മക്കൾ പറയുന്നു. ആരിത് പറയുന്നു അറിയാമോ? ക്രൈസ്തവ മക്കൾ പറയുന്നു. കുരിശു തകർത്ത കാപാലികരെ, വനപാലകരെ, നിങ്ങൾക്കിനിയും മാപ്പില്ല. നമ്മുടെ നാട്ടിലൊരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിമരം തകർക്കണമെങ്കിൽ 3 വട്ടം ചിന്തിക്കുന്ന നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും മറ്റ് അധികാരികളുമൊക്കെ ഇതുപോലെ ഒരു മതവിഭാഗത്തിന്റെ അവരുടെ ഉടമസ്ഥതയിലുള്ള ഒരു ഭൂമിയിൽ നിൽക്കുന്ന ഒരു കുരിശ് എന്ത് കാരണത്തിലാണെങ്കിലും ആ കാണിച്ച നടപടി വളരെ തെറ്റായ നടപടിയാണ്. വളരെ പ്രതിഷേധ അർഹമാണ്. ഒരു രീതിയിലും അംഗീകരിക്കാൻ പറ്റത്തില്ല.
ജനങ്ങൾ താമസിക്കുന്ന മേഖല വനമേഖലയല്ല, ജനങ്ങൾ കൃഷി ചെയ്യുന്ന സ്ഥലമാണ്, കാലങ്ങളായിട്ട് താമസിക്കുന്ന സ്ഥലമാണ്. ഒരു വ്യക്തി കൈവശം ഉണ്ടായിരുന്ന സ്ഥലം പള്ളിക്ക് കൊടുത്ത് അവിടെ കുരിശു പണിയുകയാണ് ഉണ്ടായത്. പക്ഷേ വനപാലകർ വന്ന് അത് പൊളിച്ചു നീക്കി. ഒരു കാരണവശാലും അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. ക്രൈസ്തവ മക്കളുടെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ നോമ്പിലേക്ക്, അതിന്റെ വലിയ ആഴ്ചയിലേക്ക് പ്രവേശിക്കുന്ന ഈ സന്ദർഭത്തിൽ വലിയൊരു പ്രതിഷേധത്തിന്റെ ഒരു പാതയിലൂടെ തൊമ്മൻകുത്ത് ഇടവക കടന്നു പോകേണ്ടതായിട്ട് വന്നതിൽ ഞങ്ങൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. ഇന്ന് രാവിലെ നമ്മളെല്ലാവരും ഒരു ഞെട്ടിക്കുന്ന വാർത്തയാണ് ശരിക്കും പറഞ്ഞാൽ കേൾക്കുകയുണ്ടായത്. കാരണം ഈ അടുത്ത കാലങ്ങളിൽ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. ഫോറസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സാധാരണക്കാരുടെ ഭൂമിയിലേക്ക് കയ്യേറുന്ന ഒരു പ്രതീതിയാണ് കാണുന്നത്. പ്രിയപ്പെട്ട വനപാലകരുടെ ഒരു വാക്ക്. ഇടുക്കി ജില്ലയിൽ 6 പതിറ്റാണ്ട് മുമ്പ് കുടിയേറിയ സാധാരണക്കാരായ ജനങ്ങൾ കൈവശം വെച്ച് പട്ടയത്തിനായി അപേക്ഷിച്ച് കാത്തിരിക്കുന്ന നൂറുകണക്കിന് വനഭൂമിയുണ്ട്. പാർട്ടി ഓഫീസുകളും റിസോർട്ടുകളും പാറമടകളും ഒക്കെ അതിൽപ്പെടും. എന്നാൽ കുരിശ് കാണുമ്പോൾ മാത്രം നിങ്ങൾ വിളറി പിടിക്കുന്നത് എന്തിന്? നന്ദി.